വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടി അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമണിയുടെ ഓഫീസാണ് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് വിവരങ്ങൾ തേടിയത്. വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് തിങ്കളാഴ്ച അറിയിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിരുന്നു. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, സുപ്രീംകോടതി ഈ കേസ് പരിഗണിക്കാനിരിക്കുകയാണ് തിങ്കളാഴ്ച. അതിനു മുൻപായി എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്നതിന്റെ ഒരു നിയമപരമായ വിവരങ്ങൾ തേടൽ അതാണോ ഇപ്പോൾ സംഭവിച്ചത്? അനുജ, കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കുന്നതിനായി തലാലിൻ്റെ കുടുംബാംഗങ്ങളുമായുള്ള ചർച്ചയ്ക്ക് സൗകര്യം ഒരുക്കുന്ന എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ ഹർജി സുപ്രീം കോടതിയിൽ മെൻഷൻ ചെയ്തിരുന്നു. തുടർന്ന് തിങ്കളാഴ്ച അത് പരിഗണിക്കും എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ ഒരു വിഷയത്തിൻ്റെ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ഹാജരാകുന്ന ഘട്ടത്തിൽ വിഷയത്തിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു എന്നുള്ളത് അറ്റോർണി ജനറൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായുള്ള നടപടിയാണ് അറ്റോർണി ജനറലിന്റെ ഓഫീസിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഈ നടപടി. കാരണം ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഇനി ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ്. ഈ വിഷയത്തിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു എന്നുള്ള കാര്യമാണ് അറ്റോർണി ജനറലിൻ്റെ ഓഫീസ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തോട് തേടിയിരിക്കുന്നത്. ഈ ജൂലൈ 16 നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കും എന്ന വിവരം പുറത്തു വന്ന ശേഷം എന്ത് നടപടികൾ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു എന്ന വിവരമാണ് അറ്റോർണി ജനറലിൻ്റെ ഓഫീസ് ശേഖരിക്കുന്നത്. അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമണി ഇപ്പോൾ വിദേശത്താണ്. അദ്ദേഹം US-ലാണ്. അദ്ദേഹം തിങ്കളാഴ്ച ഈ കേസ് പരിഗണിക്കുന്നതിന് മുമ്പായി അദ്ദേഹം മടങ്ങിയെത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ സാധ്യമായ എല്ലാ നടപടികളും ഉണ്ടാകും എന്നുമാണ് അറ്റോർണി ജനറലിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. സാധ്യമായി എല്ലാ ഇടപെടലുകളും നിമിഷപ്രിയയുടെ മോചനത്തിനായി ഉണ്ടാകും എന്ന് അറ്റോർണി ജനറലിന്റെ ഓഫീസും വ്യക്തമാക്കിയിരിക്കുന്നു. വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ഇതുവരെയും യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല. ഔദ്യോഗികമായി പോലും നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ 16 നടപ്പാക്കാൻ തീരുമാനിച്ച കാര്യം സ്ഥിരീകരിക്കുക പോലും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അറ്റോർണി ജനറലിൻ്റെ ഓഫീസിൽ നിന്നും ഒരു നടപടി ഉണ്ടാകുന്നത്. തിങ്കളാഴ്ച കോടതിയിൽ ഈ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തിന് ധരിപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് കെ രാധാകൃഷ്ണൻ MP വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അദ്ദേഹം ഡൽഹിയിൽ എത്തിയിരിക്കുന്നു. നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കുന്നതിനായി വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഇടപെടൽ, ഒപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായി ചർച്ച ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ ഒരുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ കൂടിക്കാഴ്ച. ഇനി 5 ദിവസങ്ങൾ മാത്രമാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ നിശ്ചയിച്ച തീയതി പരിശോധിക്കുമ്പോൾ ബാക്കിയുള്ളത്. ഈ ഒരു സമയത്തിനുള്ളിൽ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാനുള്ള നീക്കത്തിലാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ. അനുജ, അതാണ് ഇപ്പോൾ അറ്റോർണി ജനറലിൽ നിന്ന് വിവരങ്ങൾ തേടുകയാണ്. അറ്റോർണി ജനറൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം എന്ത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിനോടകം നിമിഷപ്രിയയുടെ മോചനത്തിനായി എന്നുള്ളതിന് വിശദാംശങ്ങളാണ് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് തേടുന്നത്. തിങ്കളാഴ്ച സുപ്രീം കോടതി കേസ് ഈ ഹർജി പരിഗണിക്കാൻ പോവുകയാണ്. അതിനിടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് ഈ വിഷയത്തിൽ മൗനം തുടരുന്നു എന്നുള്ളത് ആശങ്കാജനകമാണ്.